നമസ്കാരം, വെൽക്കം ബാക്ക് പ്ലസ് വൈബ് ഗൈസ്. അപ്പം ഞങ്ങൾ ഇവിടെ എത്തി, എല്ലാവരും ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സൈറ്റ് സീയിങ്ങിന് വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് പൊളിക്കല്ലേ, മണാലിയിലേക്ക് വന്നിട്ട് നമ്മൾ ഇത് പുറത്തോട്ട് ഇറങ്ങാൻ പോവാണ്. നിങ്ങൾ വിചാരിക്കും ഞാൻ കുളിച്ചില്ലേന്ന്? സെയിം കളറാണ്, പക്ഷെ ഡിഫറെൻറ്റ്. സെയിം ബട്ട് ഡിഫറെൻറ്റ്. നോ മണി നോ ഹണി എന്ന് പറയുന്ന പോലെ നേരത്തെ ബ്ലൂ ആയിരുന്നു, ഇപ്പോഴും ബ്ലൂ ആയിരുന്നു. കുളിച്ചിട്ടില്ലെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ സൈറ്റ് സീയിങ്ങിന് പോവാണ് കേട്ടോ ഗൈസ്. നമ്മള് പുറത്തിറങ്ങിട്ടാ, ഇവിടെ സ്നേഹപ്രകടനമാണല്ലോ ഗൈസ്. ഞാൻ പുറത്തിറങ്ങി, തണുത്തിട്ട് വയ്യ, ഒരു രക്ഷയില്ല. കുട്ടു എന്ന് പറഞ്ഞ് നിറയ്ക്കണം. സെറ്റർ എത്രയും പെട്ടെന്ന് പോയി സെറ്റർ മേടിക്കണം, ഇടണം. കാരണം നമ്മൾ ആ ഡൽഹിയിലെ പൊടിയെന്നും കാര്യങ്ങളൊന്നും ഒക്കെ വന്നിട്ട് ഇവിടേക്ക് വന്നപ്പോഴേ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അതായത് ഇങ്ങനെ ഒരു എനിക്ക് ചെറുതായിട്ടൊരു ബ്രീത്തിങ് ഇഷ്യൂ പോലെ വന്നിട്ടാ. ഞാൻ പേടിച്ച് തന്നെ, ഇനി ഇദ്ദേഹം ഇവിടുത്തെ പോലെ ഹോസ്പിറ്റലിലേക്ക് കെട്ടിയെടുക്കേണ്ട വരുമെന്ന്. പക്ഷെ കുഴപ്പമില്ല, സമാധാനം ഉണ്ട്. അപ്പൊ നമ്മുടെ ഡ്രൈവർ അങ്കിളെ നോക്കി നിൽക്കാണ്. പുള്ളി ഇപ്പോൾ വരുന്നു പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പൊ പുള്ളിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം ഗൈസ്. നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. എനിക്കാണെങ്കിൽ ആടിയും പല്ലി ഒന്നായിട്ട് വയ്യ. പക്ഷെ പല്ലിയല്ല, പല്ലി അത്രക്ക് തണവാണ് നട്ടുച്ചക്ക്. അയ്യോ എൻ്റെ പൊന്നു, ഇവിടെ നിറച്ച് പട്ടിയോളും. എന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ പറയണ്ടല്ലോ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ ഗൈസ്. ഇപ്പം ഗൈസ്, നമ്മൾ താമസിച്ചതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്ന സാധനങ്ങൾ ഭൂരിയും അതൊക്കെ നമ്മളത് ഉച്ചയ്ക്ക് കഴിച്ചു. നമുക്ക് കിട്ടിയപ്പോൾ സ്വർഗം പോലെ തോന്നി. അപ്പോൾ നമ്മളതെടുത്ത് വേഗം കഴിച്ചു. വേറെ വർണ്ണിക്കാനൊന്നും നിന്നൊന്നുമില്ല. ഒരു ചെറിയൊരു ഇഡ്ഡലിയെ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു, പക്ഷേ പട്ടീനെ അറിയാം. എന്നാലും പിന്നെ നമ്മൾ കിട്ടിയപ്പോൾ പിന്നെ വേഗം കഴിച്ചു. പിന്നെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ, അവിടെ കിട്ടി തന്നെ വലിയ കാര്യം ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിച്ചേട്ടൻ്റെ കൂടെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സൈറ്റ് വിസിറ്റിങ്ങിന് പോണത് നമ്മുടെ വശിഷ്ഠ ടെമ്പിളിലോട്ടാണ്. അപ്പോൾ നമ്മുടെ അടുത്തുള്ളത് അതാണ്. അപ്പോൾ ആദ്യം നമ്മൾ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഔട്ട് ഓഫ് സിറ്റിയിലോട്ട് പോകാമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഓക്കെ. ഗൈസ്, അങ്ങനെ നമ്മൾ വശിഷ്ഠ ടെമ്പിളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ടെമ്പിളിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ ഒരുപാട് നടക്കണം. ഇവിടെ ഏത് സ്ഥലത്ത് വന്നാലും അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ താഴെ കാറും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മളപ്പം നടക്കുവാണ്. നടക്കുന്ന ഭാഗത്ത് രണ്ട് സൈഡിലും എൻ്റെ പൊന്നു എന്ത് ഭംഗിയുള്ള കുറേ സാധനങ്ങൾ, ഈ ജ്വല്ലറീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആൻറ്റിക് പീസ് ആയിക്കോട്ടെ, എല്ലാം നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മളിങ്ങനെ നോക്കി നിന്ന് പോവും. നല്ല വിലയും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ മേളിലോട്ട് എത്തുമ്പോഴാണ് കുറേ ചേച്ചിമാരിങ്ങനെ മുയലിനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്താ സംഭവം എന്ന് ആദ്യം മനസ്സിലായില്ല. പിന്നെ ആ ചേച്ചി നിർബന്ധിച്ച് നമ്മുടെ കയ്യിലൊക്കെ തരാൻ നോക്കിയിട്ട് പറഞ്ഞു ഫോട്ടോ എടുക്കുക 30 രൂപ. അപ്പോൾ മനസ്സിലായത് അവരുടെ ബിസിനസ്സാണ്. അങ്ങനെ അത് ഇവർ പിടിച്ച് നിന്ന് കുറേ പേര് നിൽക്കുന്നുണ്ട്, ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അത് അവരുടെ ബിസിനസ്സാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വശിഷ്ഠ ടെമ്പിളിൻ്റെ അകത്ത് എത്തി. ഇവിടെ കാണാനുള്ളത് മെയിനായിട്ടും ഹോട്ട് സ്പ്രിംഗ് വാട്ടറാണ്, അതായത് നാച്ചുറലായിട്ട് വരുന്ന സംഭവമാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി നിന്നപ്പോഴാണ് ഇവരെ കണ്ടത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇത് നോക്കി നിന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ വന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറേ ചെമ്മരിയാടുകൾ പോകുന്നുണ്ട്. ഒരു വല്ലാത്തൊരു എന്താ പറയുക, നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വശിഷ്ഠ ടെമ്പിൾ എന്ന് പറയുന്ന ടെമ്പിള്. ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഈ ഞാൻ കാണിച്ചില്ലേ, ഈ മൊയിലുകൾ വെച്ചിട്ടുള്ള ബിസിനസ്സാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്, ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു മാർക്കറ്റ് പ്രതീതിയാണ്. ഇഷ്ടം പോലെ ഉണ്ട്. ബാർഗെയിൻ ചെയ്ത് മേടിക്കുന്നവർക്ക് മേടിക്കാം, അല്ലാത്തവർക്ക് അവർ പറയുന്ന പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്ത് മേടിക്കാം കേട്ടോ. ശരിക്കും ഇപ്പം സമയം എന്ന് പറയുന്നത് 1:30 ആയിട്ടുള്ളൂ. പക്ഷെ ഒരു 5:30-6 മണി ആയതിൻ്റെ ഒരു പ്രതീതിയാണ് കേട്ടോ ഗൈസ്. നല്ല തണവാണ്. ഞാൻ കുറേയൊക്കെ പിടിച്ചിക്കാണ്. ഇനി നമുക്ക് നോക്കാം, പറ്റില്ലെങ്കിൽ സെറ്റർ ഇടന്നെ. നല്ല മഴയും പെയ്യുന്നുണ്ട് ഇവിടെ കേട്ടോ. മഴ തോന്നുന്നുണ്ട് പറയുമ്പോഴേക്കും നല്ല മഴയായിട്ട് പെയ്തു കേട്ടോ ഗൈസ്. നമ്മൾ കാണണമെങ്കിൽ കുടയും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല, നല്ല മഴയാണ്. അപ്പോൾ എല്ലാവരും കയറി സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. ഈ മഴയായ കാരണം മേളിലോട്ട് കയറ്റി വിടുന്നില്ല. അപ്പോൾ നമുക്ക് ആ ഹോട്ട് സ്പ്രിംഗ് വാട്ടർ കാര്യങ്ങളൊന്നും എടുക്കാനും പറ്റിയില്ല, കാണാനും പറ്റിയില്ല. നല്ല മഴയും പെയ്തു, അതിൻ്റെ ഇടയിൽ നല്ല കോടയും വന്നു. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണ്. ഇന്നലെ ഡൽഹിയിൽ ഒടുക്കത്തെ മഴയായിരുന്നു. ഇപ്പോൾ മണാലി വന്നപ്പോൾ ഇവിടെ ഒടുക്കത്തെ മഴ കാരണം അകത്തോട്ട് കയറാൻ പറ്റിയില്ല കേട്ടോ. കാരണം നല്ല തണവുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ മഴയും കൂടി. നോക്കിയേ, തുറക്കുന്നതുണ്ടോ?
നല്ല മഴയാണ് കേട്ടോ ഗൈസ്. ഇനി ഈ മഴ മാറിയിട്ട് വേണം വണ്ടിയിലോട്ടൊന്ന് എത്തണമെങ്കിൽ. നല്ല മഴയാണ്. മഴ അങ്ങ് പെയ്ത് ഇങ്ങ് കയറി പോവാണ്. കുറയുന്ന ഒരു ലക്ഷണവും കാണാനില്ല. അതിൻ്റെ ഇടയിൽ കുറച്ച് ഫോറിനേഴ്സിനും കാര്യങ്ങളൊക്കെ കണ്ട അവരെന്താണ്ടൊക്കെ പറയുന്നുണ്ട്. ഏതാ ഭാഷ എന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഡ്രൈവറങ്ങൾ ഓടി കുടയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു തൊപ്പിയും കാര്യങ്ങളൊക്കെ മേടിച്ച് താഴോട്ട് ഇറങ്ങി അവിടെ നിന്ന് ഒരു ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് നമ്മൾ അടുത്ത സൈറ്റിലോട്ട് പോവാണ്. കാരണം ഇനി നിന്നാലും മഴ കൂടത്തുള്ളൂ. അപ്പോൾ പിന്നെ അടുത്ത സ്ഥലമൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഹഡിംബ ടെമ്പിളിലോട്ട് എത്തിയേക്കാണ്. നല്ല മഴയാണ് കേട്ടോ ഗൈസ്. അതിൻ്റെ കൂടെ നല്ല കോടയും നല്ല തണുത്ത് വിറച്ചിട്ട് വയ്യ ഗൈസ്. ഇവിടെ ആണെങ്കിൽ ഒരു സെറ്റർ കട പോലും ഇല്ല. പണ്ടാരം ഇനിയിപ്പോൾ ഞങ്ങള് ഹഡിംബ ടെമ്പിളിന്റെ അകത്തോട്ട് പോവാണ് ഗൈസ്. അങ്ങനെ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഫുൾ എന്താ പറയുക കച്ചവടം കാര്യങ്ങളൊക്കെ നടത്തുന്ന സ്ഥലം. അപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതെല്ലാം ക്ലോസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നിട്ട് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കയറിയിട്ട് വേണം ഹഡിംബ ടെമ്പിളിലോട്ട് എത്തണം. ഈ കാണുന്നത് മുഴുവൻ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. ഇതാണ് ഹഡിംബ ടെമ്പിൾ എന്ന് പറയുന്നത്. അതായത് ഇതിനെ ഹിഡിംബി എന്നും പറയാറുണ്ട്, ഹഡിംബ എന്നും പറയാറുണ്ട്. നമ്മുടെ മഹാഭാരതത്തിലെ ഭീമന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്, അതായത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടെമ്പിളും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഗുഹ പോലെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് ഒരു ടെമ്പിൾ സ്ട്രക്ചറിലൊക്കെ വന്നിട്ടുള്ളത്. ഒരു 24 മീറ്റർ ഹൈറ്റ് കാണും കേട്ടോ. അപ്പം ഇത് ഈ ടെമ്പിളിന് ഒരു 470 വർഷത്തെ പഴക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. നമ്മുടെ ഇവരുടെ ട്രഡീഷണൽ സംഭവം നമ്മൾ ഇടിപ്പിച്ചോണ്ടിരിക്കുകയാണ്. നല്ല മഴയാണ്. അതിൻ്റെ ഇടയിലാണ് ഈ വക അഭിപ്രായം കേട്ടോ ഗൈസ്. കണ്ടല്ലോ നമ്മുടെ ഈ സംഭവം കിട്ടുന്നിക്കാണ്. ചേച്ചി 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 ഗൈസ്. അപ്പൊ നമ്മളിവിടെ വന്നിട്ട് ഈ വേഷം ഇട്ടേക്കാണ് ഗൈസ്. നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും ഇരുന്ന് ഫോട്ടോ എടുത്ത് കൊട്ട കിട്ടിയില്ല ഇതേ ഈ വേഷവിധാനങ്ങളൊക്കെ കഴിക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഇട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തത് നമ്മുടെ ഈ ഹഡിംബ ടെമ്പിളിന്റെ ബാക്ക് സൈഡിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ. അവിടെ നിന്ന് അങ്ങോട്ട് നല്ല ഫോറസ്റ്റ് ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ യാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിനെ കൊണ്ടുപോയി എന്ന് തോന്നുന്നു. ഇവിടെ ആരും ഇല്ല. ഇപ്പോൾ ടൂറിസ്റ്റുകളായിട്ട് കുറച്ച് 2-3 പേരൊക്കെ ഉള്ളൂ. അപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വേഗം അവർ ക്ലോസ് ആക്കി കേട്ടോ. അപ്പം നമ്മളെടുത്ത ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാർഗെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ മാൾ റോഡിലോട്ട് പോയി. അപ്പം മണാലിയുടെ ഏറ്റവും വലിയ സിറ്റിയായ മാൾ റോഡിലോട്ട് നമ്മൾ പോയി. അപ്പം അവിടെ സെറ്ററും കാര്യങ്ങളൊക്കെ വില കുറവിന് കിട്ടുമെന്ന് നമ്മുടെ ഡ്രൈവർ ഭയ്യ പറഞ്ഞു. പക്ഷേ അവർ കയറ്റി വെച്ചിട്ട് കുറയ്ക്കലാണ് കേട്ടോ. നല്ല അർഹലാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സെറ്ററും കാര്യങ്ങളൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്ന വഴിക്ക് നമുക്ക് അവിടെ നിന്ന് മോമോസും ചായയൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ മോമോസും ചായയും കുടിക്കണം. കാരണം നല്ല വിശപ്പ് വരുന്നുണ്ട്. വിശപ്പ് വന്നിട്ട് പിന്നെ നമുക്ക് സഹിച്ചിരിക്കാൻ പറ്റണില്ല. അപ്പോൾ നമ്മൾ ഓംപ്ലേറ്റ് ബ്രെഡും അതുപോലെ തന്നെ മോമോസും ചായയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് കിട്ടി ഗൈസ്. അങ്ങനെ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കൊക്കെ അവിടെ നിന്ന് നമ്മൾ കഴിച്ചേട്ടാ. കാരണം ഭക്ഷണം കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ക്ഷീണാവും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി വീഡിയോസ് വരുന്നുണ്ട്.